വെച്ചും ശബ്ദ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിലെ ഓഡിയോളജിസ്റ്റായ കൃപ പി ജോൺ കലിക ന്യൂസിന് നൽകിയ അഭിമുഖത്തിലേക്ക്. ശബ്ദ കടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. ശബ്ദയ്ക്ക് അഞ്ചലിൽ കൂടി ഒരു ഫ്രാഞ്ചൈസി പ്രവർത്തിക്കുന്നുണ്ട്. നമസ്കാരം. ഞങ്ങളിന്ന് വളരെ പുതുമയുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് ശബ്ദ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷമായി. അതിൻ്റെ മറ്റൊരു ഫ്രാഞ്ചൈസി കടയ്ക്കലുണ്ട്. കടയ്ക്കൽ വ്യാപാര ഭവൻ ഓപ്പോസിറ്റാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അത് ഏകദേശം 1.5 വർഷത്തോളം ആകാൻ പോകുന്നു അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായി സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ കേൾവി കുറവിനെ കുറിച്ചാണ്. അവിടെ കേൾവി കുറവിൻ്റെ പരിശോധന നടത്തുകയും അതിന് വേണ്ടുന്ന ചികിത്സാ രീതികൾ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. ശ്രവണ സഹായി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയോളജിസ്റ്റ് ആയിട്ടുള്ള കൃപ എൻ ജോൺ എന്നോടൊപ്പം ഉള്ളത് അവരാണ്. നമുക്ക് കൂടുതൽ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊരു അവയവത്തിന് കേടുപറ്റിയാലും നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് ചികിത്സ തേടുകയും, എന്നാൽ കേൾവിയുടെ കാര്യത്തിൽ മാത്രം ഒരു ഉദാസീനത വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത് എന്തുകൊണ്ടാണ്? അവയർനെസ് കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഈ സമൂഹത്തിൽ കേൾവിക്കുള്ള ഒരു അവയർനെസ് വളരെ കുറവാണ്. കേൾവി ഭയങ്കരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നു പലരും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേൾവി എന്ന് പറയുന്നത്. അത് നമുക്ക് പലതരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പല ആളുകളും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. അവർ സ്വയമേ മരുന്നുകൾ എടുക്കുകയും അങ്ങനത്തുള്ള അവർ ഒരു ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നില്ല. കേൾവി ഇല്ലാത്ത ആളുകൾ ഓഡിയോളജിസ്റ്റുമാരുടെ സഹായം തേടേണ്ടതാണ്. കാരണം ഓഡിയോളജിസ്റ്റുമാർ അവരുടെ കേൾവി പരിശോധനയിലൂടെ കറക്റ്റായിട്ട് അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അങ്ങനെ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള പരിഹാരം കൊടുക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഏകദേശം 15ഓളം ബ്രാഞ്ചുകളുണ്ട്, 5ഓളം ഫ്രാഞ്ചൈസികളുണ്ട്. അതിൽ 2 ഫ്രാഞ്ചൈസിയാണ് അഞ്ചലും കടയ്ക്കലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ശബ്ദ എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി. അപ്പോൾ അതിന്റെ ഫോണും കാര്യങ്ങളൊക്കെ ചങ്ങനാശ്ശേരിയിൽ മാത്യൂസ് വള്ളിക്കാട് എന്ന് പറയുന്ന ഒരാളാണ് ശബ്ദ തുടങ്ങിയത്. ആൾക്കൊരു 15 സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം പ്രവർത്തിച്ചു വരുന്നു. 5 ഫ്രാഞ്ചൈസീസും ഉണ്ട്. അതിനകത്ത് 2 ഫ്രാഞ്ചൈസീസ് അഞ്ചലും കടയ്ക്കലുമാണ്. അഞ്ചൽ ഡോൺ ഐസ്തെറ്റിക് വെഡിങ് സെന്ററിന്റെ സമീപത്താണ്. കടയ്ക്കൽ വ്യാപാര ഭവന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേൾവി പരിശോധന സംബന്ധിച്ച്? കേൾവിയും സംസാരവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഉണ്ട്. അതായത് കുഞ്ഞിലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ശബ്ദമായി പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ കേൾവിക്ക് സംബന്ധിച്ച് നമ്മൾ പറയുന്നത് കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾവി പരിശോധിക്കേണ്ട കാര്യമില്ല. ഒരു ജനിതക ശിശുവിനെ തന്നെ നമ്മൾ കേൾവി പരിശോധിക്കേണ്ട കാര്യം അത് വരുന്നത് ഉറപ്പായിട്ടുമുണ്ട്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ടെസ്റ്റിംഗ് ഉണ്ട്. OAE എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് കുട്ടികൾക്ക് ഇപ്പം ചെയ്യുന്നത്. അപ്പൊ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ജസ്റ്റ് അത് പാസ് ആണോ ഫെയിൽ ആണോ എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ 2-3 വട്ടം ടെസ്റ്റ് ചെയ്തിട്ടും കുട്ടി അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പരിശോധനയിലേക്ക് പോകും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നടത്തും. ഇവിടെ നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ അത്രയും ടെസ്റ്റുകളൊന്നും അവൈലബിൾ അല്ല. നമുക്ക് പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് മെയിനായിട്ടും ചെയ്യുന്നത്. പിന്നെ ടിംപാനോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും. പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ കേൾവിയിൽ എത്ര ശതമാനം കേൾവിക്കുറവുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അത് എവിടെയാണ് പ്രശ്നം എന്നുള്ളതും കണ്ടുപിടിക്കും. നമുക്ക് 3 കർണമുണ്ടല്ലോ, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അപ്പം എവിടെയാണ് കൂടുതൽ പ്രശ്നം അതിനനുസരിച്ച് നമ്മൾ കണ്ടക്റ്റീവ് ലോസ് എന്നും മിക്സ്ഡ് ലോസ് എന്നും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നും 3 തരത്തിലാണ് ഹിയറിംഗ് ലോസ് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ടെസ്റ്റിലൂടെ. രണ്ടാമത്തെ ടെസ്റ്റ് ടിംപാനോമെട്രി ആണ് നമ്മൾ ചെയ്യുന്നത്. ടിംപാനോമെട്രി എന്ന് പറഞ്ഞാൽ മിഡിൽ ഇയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കും. അത് ചെവിക്ക് ഇപ്പം ബാക്സ് അല്ലെങ്കിൽ ചെവിക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ
മിഡിൽ ഇയർ എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടിമാനോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കും. മൂന്നാമത് ഹിയറിംഗ് എയ്ഡ് ട്രയൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഇപ്പം നമുക്ക് സെൻസറി ന്യൂറൽ കംപ്ലൈന്റ് ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ട്രയൽ നമ്മൾ ചെയ്യും. നമുക്ക് കുറെ ഹിയറിംഗ് എയ്ഡ്സ് മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ആ മെഷീൻ നമ്മൾ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിട്ട് അവരുടെ കേൾവിക്ക് അനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമ്മൾ അവർക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് കൊടുക്കും. അവർക്ക് ഇപ്പൊ ഏത് ടൈപ്പ് ഓഫ് ലോസ് ആണ്, അല്ലെങ്കിൽ എത്ര ശതമാനം ഒട്ടും കേൾവി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഹിയറിംഗ് എയ്ഡ്സ്, അത്രയും പവർ ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഈ കേൾവിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എത്ര കേൾവി കുറഞ്ഞ ഒരു മനുഷ്യനും ഹിയറിംഗ് എയ്ഡ്സിലൂടെ നമുക്ക് കേൾവി കൊടുക്കാൻ പറ്റും? ഒട്ടും ഡെഫ് ആയിട്ടുള്ള ആളുകൾക്കും, കാരണം ജനിക്കുന്ന കുട്ടികൾ ചിലപ്പം ഡെഫ് ആയിരിക്കും, ഒട്ടും കേൾവി ഇല്ലാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന പോലെ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അവരുടെ സംസാരം ഇല്ലാതാവും, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് ഈ ജനിക്കുമ്പോഴേ ഡഫാവുന്ന കുട്ടികൾ ഡമ്മായി പോകുന്നത് കൊണ്ടാണ്. ഉറപ്പായിട്ടും കേൾവി ഇല്ലെങ്കിൽ അവിടെ സംസാരം ഇല്ല. ഈ പറയുന്ന പോലെ പ്രായമായ ആളുകൾക്കും കേൾവി കുറവ്, അവരും ഡെഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് പോകുന്നുണ്ട്. കേൾവി കുറഞ്ഞു അവസാനം ഡെഫ് ആവുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും സംസാരത്തിൽ അവര് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പോലും ഡെഫ് ആവുമ്പം അവർക്ക് ആ സംസാരത്തിന്റെ ക്ലാരിറ്റി നഷ്ടമാവും. അത് മാത്രമല്ല, നമ്മൾ ഈ കേൾവി അല്പം കുറവുണ്ട്, അപ്പൊ വളരെ റിസ്ക് എടുത്തവർ കേൾക്കാൻ ശ്രമിക്കും. അപ്പൊ തന്നെ നമുക്ക് ചികിത്സ തേടിയാൽ അതിന് പരിഹാരമാകും. ഉറപ്പായിട്ടും അതാണ് നേരത്തെ അത് കണ്ടുപിടിച്ച് അതിന് പരിഹരിക്കണമെന്ന് പറയുന്നത്. നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിച്ചില്ലെങ്കിൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. അവര് മറ്റുള്ളവരുമായിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ കുറയും. അതാണ് മെയിൻ. സോഷ്യൽ ഐസൊലേഷൻ, അവരെ ഒറ്റപ്പെടും, മറ്റുള്ളവരുമായിട്ട് മിണ്ടാതെ, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും. അതൊരു പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ആ ഒറ്റപ്പെടുത്തൽ അവർക്ക് ഡിപ്രഷൻ വരാം. ഇപ്പോ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ശ്രവണ ഉപകരണങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ 3 കമ്പനിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. സിഗ്നിയ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ജർമ്മൻ കമ്പനിയാണ്. രണ്ടാമത്തെ ഫൊണാക് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് സ്വിറ്റ്സർലൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. മൂന്നാമത് ഓട്ടിക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ഡെൻമാർക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ 3 കമ്പനിയാണ് മെയിനായിട്ടും ഇവിടെ കൊടുക്കുന്നത്. എല്ലാം പുറത്തുള്ള കമ്പനികളാണ്, നല്ല കമ്പനികളാണ്. 2 വർഷം മുതൽ 4 വർഷം വരെ വാറണ്ടി ഉൾപ്പെടെ എല്ലാ സർവീസും ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അതിനുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉള്ള എല്ലാ അക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. ബാറ്ററീസ്, ഇയർ ടിപ്പ്, ഇയർ ഹുക്ക്, അങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ കേൾവിയെ കുറിച്ച് അവയർനെസ് പൊതുജനങ്ങൾക്ക് കുറവാണെന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് പൊതുജനങ്ങളോട് ഇതിനെ പറ്റി പറയാനുള്ളത്? ഒരു അവയർനെസ് എന്ന പോലെ കൊടുക്കാനുള്ളത്? കൃത്യമായ കേൾവി പരിശോധന അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ട്രാഫിക് പോലീസുകാര്, പിന്നെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അങ്ങനെ എപ്പോഴും മ്യൂസിഷ്യൻസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവര്, കൂടുതൽ സൗണ്ട് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ വന്ന് ഇവിടെ റുട്ടീൻ ചെക്കപ്പ് പോലെ 1 ഇയർ കൂടുമ്പം അവർ ചെക്ക് ചെയ്യണം. കാരണം കേൾവിക്കുറവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അത് സഹായിക്കും. ഇപ്പൊ ഒരു 40% പുറത്തൊക്കെ കേൾവിക്കുറവായാൽ അത് ന്യൂറൽ കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് പോകും. അതേപോലെ മിഡിൽ ഇയർ കംപ്ലൈന്റിന് പരിഹാരമില്ല, ഇപ്പം സർജറി ചെയ്തിട്ടും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും നമുക്ക് പരിഹാരമില്ലെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് പോകും. നമുക്കിവിടെ ഏതെല്ലാം ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ്? ശ്രവണ സഹായികളാണ്. നമുക്ക് പല തരത്തിലുള്ള ശ്രവണ സഹായികളുണ്ട്. ചെവിയുടെ പുറകിൽ വെക്കുന്ന BT മോഡൽ എന്ന് പറഞ്ഞിട്ട് ബിഹൈൻഡ് ദ ഇയർ മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതേപോലെ ചെവിയുടെ ഉള്ളിൽ പോകുന്ന CIC, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ, ഇൻവിസിബിൾ ഇൻ ദ കനാൽ, അങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ചെവിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. ITE എന്ന് പറയുന്നുള്ള ഹിയറിംഗ് എയ്ഡ്സും ഉണ്ട്. ഇൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം ചെവിയുടെ ഉള്ളിൽ തന്നെ പോകുന്ന ഹിയറിംഗ് എയ്ഡ്സ് ആണ്. അത് നമ്മുടെ ചെവിയുടെ അളവെടുത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇൻസ്റ്റന്റ് ഫിറ്റും ഉണ്ട്. മാത്രമല്ല RIC എന്ന് പറഞ്ഞ റിസീവർ ഇൻ ദ കനാൽ മോഡലും അവൈലബിൾ ആണ്. അതിൽ ചെവിയുടെ ബാക്കിൽ വരുന്ന കുഞ്ഞു മെഷീനാണ്. അത് കൂടാണ്ട് ഈ പറയുന്ന പോലെ റീചാർജബിൾ മോഡൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ ബാറ്ററി ഇടുന്ന ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ചാർജ് ചെയ്തിട്ട്
ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കേൾവിക്കുറവ് വരുമ്പോൾ അവർക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അവർക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുമ്പം ആ കേട്ട് മനസ്സിലാക്കുന്ന കപ്പാസിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. അതുപോലെ നമ്മുടെ ഈ മറ്റ് ചില അസുഖങ്ങളൊക്കെ ബാധിക്കുന്ന കേൾവിയുടെ പ്രശ്നമുണ്ടെങ്കിൽ ഡിമെൻഷ്യ, ഇതെല്ലാം റിലേറ്റഡ് ആണ്. കേൾവി കുറവുള്ളവർക്ക് ഈ പറയുന്ന പോലെ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ് ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ നമ്മള് പിന്നെ ചുരുക്കി പറഞ്ഞാല് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം കാര്യമാണ് തന്നെയാണ് നമ്മുടെ കേൾവി സംബന്ധിച്ച കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് കേൾവിയെ പറ്റിയും കേൾവിക്കുറവുണ്ടാകുന്ന ദോഷഫലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു തന്ന ശ്രീമതി കൃപ മാഡത്തിന് നിങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ സഹകരിക്കാൻ വളരെ നന്ദി. കേൾവിക്കുറവിനുള്ള എല്ലാ പരിഹാരങ്ങളും ശബ്ദയിൽ ലഭിക്കുന്നു. എല്ലാവരും കോൺടാക്ട് ചെയ്യുക.